അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ പ്രിയാമണി വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്നു. അപ്പോഴാണ് ഇഷിത അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇഷിത എന്നപ്പോൾ പ്രിയാമണി ഒന്നും സംസാരിക്കത്തില്ല. അപ്പം മാഷ് പറയും, എന്താ പ്രിയാമണി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പറയും, ഞാൻ മൗന വ്രതത്തില്ല, ഇനി ഞാനൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയും. പ്രിയാമണിക്കാണെങ്കിൽ തൻ്റെ മകൾ ഇങ്ങനെ നടക്കുന്നതിൽ വളരെ സങ്കടമുണ്ട്. അപ്പോൾ ഇഷിതയുടെ വിഷമം അവർക്ക് മനസ്സിലാവുന്നുമില്ല. അങ്ങനെ നമ്മുടെ ഇഷിത പറയും, അച്ഛൻ ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, അച്ഛൻ എന്നെ കാണണം തോന്നുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഇഷിത അങ്ങ് പോവുകയാണ്. പിന്നീട് നമ്മുടെ മഞ്ജിമ ഇവരുടെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ രജനെ വിളിച്ചറിയിക്കുകയാണ്. കാരണം കിടപ്പറ രഹസ്യം എന്ന് പറയില്ലേ, അതുപോലെ എല്ലാ കാര്യങ്ങളും വിളിച്ച് നമ്മുടെ രജനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിൻ്റെ മകൾ കാരണമാണ് ഇവർ തമ്മിൽ ഇത് ചെയ്യുന്നത്. പ്രിയാമണി പറഞ്ഞു, കണ്ടോളുമാരുടെ കുഞ്ഞിനെ നോക്കാനല്ല എൻ്റെ മകളെ കെട്ടിച്ചു വിട്ടത്, അതുകൊണ്ട് ഡിവോഴ്സ് വേണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ഇടയിലേക്ക് നീ വരണം, എന്നാൽ മാത്രമേ ഈ കളിയിൽ നീ വിജയിക്കത്തുള്ളെന്നൊക്കെ മഞ്ജിമ കുത്തിക്കൊടുക്കുകയാണ്. ഇത് കേട്ട രജനിക്കാണെങ്കിൽ മഹേഷിനോട് വീണ്ടും ഒരു ഇഷ്ടമൊക്കെ തുടങ്ങി. കാരണം വീണ്ടും മഹേഷിനെ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്നൊക്കെയാണ് രജന വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ മഞ്ജിമ നന്നായിട്ട് കുത്തിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് മഞ്ജിമ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. കാരണം സ്വന്തം കുടുംബം തന്നെ കുളം തോണ്ടാൻ ശ്രമിക്കുന്നവളാണ് മഞ്ജിമ എന്ന് വേറെ ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞതിന് ശേഷം നമ്മുടെ രചനയാണെങ്കിൽ ആദി സ്കൂൾ വിട്ട് വരുന്നു. അപ്പോൾ ആദിയോട് പറയുന്നു, മോനെ നമുക്ക് ചിപ്പിമോളെ കൂട്ടാൻ പോകണമെന്ന് പറയും, നീ എൻ്റെ കൂടെ വരണമെന്ന് പറയും. അപ്പോൾ ആദി പറയും, ഇല്ല ഞാൻ ഒരിക്കലും വരത്തില്ല, അവളുടെ സന്തോഷം കളയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറയും. അപ്പം രചന പറയും, അതെന്താ നീ അങ്ങനെ പറയുന്നത്, അവൾ എൻ്റെ മോളല്ലേ, അവരെ ചൊല്ലിയാണ് അവരവിടെ വഴക്കിടുന്നതെന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ആദി പറയും, ചിപ്പിമോക്ക് വേണ്ടിയാണ് ഡാഡിയും ഇഷിതാമ്മയും ജീവിക്കുന്നത് തന്നെ, അവരുടെ സന്തോഷം ഞാൻ കളയാനില്ല, അതുകൊണ്ട് മമ്മിയും പോകണ്ട. പിന്നെ അവളെ ഇവിടെ കൊണ്ടുവന്ന ഇത് നമ്മുടെ വീട് പോലും അല്ല, ഇവിടുന്ന് അങ്കിളെ എങ്ങനെ എപ്പോഴാണ് ഇറക്കി വിടുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഞാനിവിടെ കഴിച്ചു പിടിച്ച് നിൽക്കുന്നത് തന്നെ മമ്മിക്ക് വേണ്ടിയാണെന്ന് നമ്മുടെ ആദി പറയുകയാണ്. പിന്നെ രജനയ്ക്ക് ഒരു മറുപടി. അപ്പോൾ രജന വീണ്ടും കരഞ്ഞ് പറയുന്നു, അവളെ ഞാൻ പ്രസവിച്ചതല്ലേ, എനിക്ക് അവളെ വേണം. അപ്പോൾ പറയും, ഡാഡിയോടുള്ള വിരോധം കൊണ്ടാണ് മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ആദി പോയി ചിപ്പിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ചിപ്പിക്ക് വളരെ വിഷമം. അപ്പോൾ ചിപ്പി ഇത് ഇഷിതയുടെ അടുത്ത് ചോദിക്കും, ഡാഡിയും മമ്മിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇഷിത പറയും, ഒന്നുമില്ലാന്ന്. അങ്ങനെ അവർ റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ തന്നെ മഹേഷിന് മനസ്സിലാവും ഇതാരാ പറഞ്ഞതെന്നൊക്കെ. അപ്പം മഹേഷ് അങ്ങ് വയലൻ്റ് ആവുകയാണ്. ഭയങ്കര എന്താ പറയുക, ദേഷ്യത്തിൽ. ഇതേ സമയം ആകാശാണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ പണിയാൻ വേണ്ടി നിൽക്കുകയാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ ആകാശം നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ മഹേഷ് എന്ത് ചെയ്യും, റൂമിൽ നിന്ന് പറയും, ഇഷിതയോട് പറയും, ഇതങ്ങനെ വിട്ടേ ശരിയാകത്തില്ല, ഇതങ്ങനെ വിടാനും പാടില്ല എന്ന് പറയും. അങ്ങനെ ദേഷ്യം കൊണ്ട് പുറത്തേക്ക് ചാടി ഇറങ്ങാൻ നോക്കുമ്പോഴത്തേനും നമ്മുടെ ഇഷിത ഡോർ അടയ്ക്കും. അപ്പോൾ പോകണ്ട എന്ന് പറയുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.